നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL ടീമുകൾ തങ്ങളുടെ സ്ക്വാഡിലെ പരിക്കേറ്റ താരങ്ങൾക്ക് പകരം റീപ്ലേസ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദാസുൻ ഷനാക്ക രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തുന്നു എന്ന വാർത്ത നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് അടുത്തൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. KKR റീപ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. സൗരഭ് ദ്യൂബയെ അവർ സ്ക്വാഡിലേക്ക് എത്തിക്കുന്നു. ആകാശ് ദീപ് പരിക്കേറ്റ് പുറത്തു പോയതിന് പകരമാണ് വിദർഭയുടെ പേസർ ലെഫ്റ്റ് ആം പേസ് ബോളർ 28-കാരനായിട്ടുള്ള സൗരഭ് ദ്യൂബയെ അവർ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ കാര്യം ഇപ്പോൾ ക്രിക്ക് ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം നേരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്ക്വാഡിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ IPL ഇതുവരെ അദ്ദേഹം ഡെബ്യൂ നടത്തിയിട്ടില്ല. താരത്തെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടുള്ള സുബ്രതോ ബാനർജി താരത്തെക്കുറിച്ച് പറയുന്നു നോക്കാം. അദ്ദേഹം പറയുന്നു, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ആം പേസ് ബോളറാണ് ദ്യൂബെ. ഞാൻ അവൻ്റെ ബംഗ്ലാദേശിലേക്കുള്ള ടൂറ്, അതായത് രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയത്ത് 2019 ACC എമർജിംഗ് ടീംസ് ഏഷ്യ കപ്പ് സ്ക്വാഡിൽ അവൻ ഉൾപ്പെട്ടിരുന്നു. അവൻ്റെ അന്നത്തെ ആ പ്രകടനം ഞാൻ ഓർക്കുന്നു. എക്സ്ട്രാ ബൗൺസ്, വിക്കറ്റിൽ നിന്ന് എക്സ്ട്രാ ബൗൺസ് എക്സ്ട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള താരമാണ്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും രണ്ട് വേസിലും ബോൾ സിങ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളാണ്. തീർച്ചയായിട്ടും KKR നടത്തിയിരിക്കുന്ന ഒരു ഗുഡ് കോളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഓൾറെഡി അദ്ദേഹം കൊൽക്കത്തയിൽ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട്. ഏതായാലും ആകാശ് ദീപിന് പകരമാണല്ലോ താരം എത്തുന്നത്. ഹർഷിത് റാണയും പരിക്കേറ്റ് പുറത്താണ്. ഹർഷിത് റാണയ്ക്ക് പകരം ആര് എന്നുള്ളത് ഇതുവരെ KKR അറിയിച്ചിട്ടില്ല. അവർ റീപ്ലേസ്മെൻറ്റ് നടത്തില്ലെന്നതായിരുന്നു ആദ്യത്തെ റിപ്പോർട്ടുകൾ. പക്ഷേ ആകാശ് ദീപിന് പരിക്ക് പറ്റിയ സ്ഥിതിക്ക് ഇനി എന്ത് മാറ്റം വരുത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ദ്യൂബയുടെ കാര്യത്തിൽ അദ്ദേഹം അബുദാബിയിൽ നടന്ന മിനി ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അൺസോൾഡ് ആയിട്ട് പോവുകയായിരുന്നു. 30 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം KKRനോടൊപ്പം IPL കളിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. IPLൻ്റെ ആദ്യഘട്ടം ഷെഡ്യൂൾ മാത്രമാണല്ലോ പുറത്തുവിട്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട ഷെഡ്യൂൾ 3-4 ദിവസത്തിനകം പുറത്തുവിടുമെന്നാണ് ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട്. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI has informed franchises that it will need at least 3 to 4 days to announce the remainder of the season's schedule. ഏതാണ് ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട്. ഏതായാലും 20 മത്സരങ്ങളുടെ ഷെഡ്യൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഏപ്രിൽ 12 വരെയുള്ളത്. അത് കഴിഞ്ഞ് ബാക്കി മത്സരങ്ങളുടെ ഷെഡ്യൂൾ 3-4 ദിവസത്തിനകം പുറത്തു വരും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.